കോൺഗ്രസിന് തിരിച്ചടിയായി അരവിന്ദർ സിംഗ് ലവ്ലി ഡൽഹി PCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. സംഘടനാ തലത്തിലെ തർക്കവും ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യവുമാണ് രാജിക്ക് കാരണം. നിർണായക തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിയടക്കം ചൂണ്ടിക്കാട്ടിയുള്ള PCC അധ്യക്ഷന്റെ രാജി. ഡൽഹിയിൽ വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജനത്തിനെതിരെയും പരസ്യ വിമർശനം ഉന്നയിച്ച അരവിന്ദർ സിംഗ് ലവ്ലി PCC അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നത്. ഡൽഹിയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപക് ബബ്രിയുമായുള്ള തർക്കമാണ് രാജിക്ക് പ്രധാന കാരണം. ബ്ലോക്ക് തലത്തിൽ നിയമനങ്ങൾ നടത്താൻ PCC അധ്യക്ഷന് അധികാരം നൽകുന്നില്ലെന്നും ഡൽഹിയിലെ 150 ബ്ലോക്കുകൾ നിർജീവമായ അവസ്ഥയിലാണെന്ന് അരവിന്ദർ സിംഗ് ലവ്ലി പറഞ്ഞു. കോൺഗ്രസിനെതിരെ വ്യാജ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തിനെതിരെയും PCCയുടെ നിർദ്ദേശങ്ങൾ തള്ളി അപരിചിതരെ സ്ഥാനാർത്ഥികളാക്കിയെന്ന കനയ്യകുമാറിനെ ഉന്നം വെച്ചും ലവ്ലി കുറ്റപ്പെടുത്തി. ലവ്ലിയുടെ അപ്രതീക്ഷിത രാജിക്ക് പിന്നാലെ BJP പ്രവേശനവും ചർച്ചയാവുകയാണ്. ഇതിനിടെ ഡൽഹിയിൽ സുനിത കേജ്രിവാളിനെ രംഗത്തിറക്കിയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണം. പശ്ചിമ ഡൽഹിയിലെ റോഡ് ഷോയ്ക്ക് പിന്നാലെ പഞ്ചാബിലും ഹരിയാനയിലും സുനിത പ്രചാരണത്തിനെത്തും. സുനിത കേജ്രിവാളിന്റെ ആദ്യ റോഡ് ഷോ പാർട്ടിക്ക് ഊർജം നൽകിയെന്ന് മന്ത്രി അതിഷി 24-നോട് പറഞ്ഞു. The people of Delhi love Arvind Kejriwal. The people of Delhi regard Arvind Kejriwal as a part of their family. And today people are out in such large numbers to give Arvind Kejriwal their blessings. മദ്യനയ അഴിമതി കേസിലെ അറസ്റ്റിനെ ചോദ്യം ചെയ്തുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും. ഡൽഹി ഹൈക്കോടതി നേരത്തെ തള്ളിയ ഹർജിയിലെ സുപ്രീം കോടതിയുടെ ഇടപെടൽ ആം ആദ്മി പാർട്ടിക്ക് നിർണായകമാകും. 24 ഡൽഹി.